നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് അജാനൂരിൽ ഫിഷിംഗ് ഹാർബർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബഹുജന പ്രതിഷേധ റാലി. പ്രതിഷേധക്കാർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനും സംസ്ഥാന പാതയും ഉപരോധിച്ചു. കാസർഗോഡ് +1 വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ റാഗിംഗ്. ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് റാഗിംഗിനിരയായത്. കാസർഗോഡ് നഗരസഭയിലെ 24-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. UDF മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഹനീഫ് KM നാമനിർദ്ദേശ പത്രിക നൽകി. മംഗളൂരുവിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കുപ്രസിദ്ധ കവർച്ചാ സംഘത്തിലെ 2 പേരെ പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തി. കവർച്ചാ കേസിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴായിരുന്നു സംഭവം. കാസർഗോഡ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സക്സസ് ഫിയസ്റ്റ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. മണി ഓർഡർ വഴി പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ഉടൻ പെൻഷൻ അനുവദിക്കണമെന്നാവശ്യം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് ധർണ നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് അജാനൂരിൽ ഫിഷിംഗ് ഹാർബർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബഹുജന പ്രതിഷേധ റാലി. പ്രതിഷേധക്കാർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനും സംസ്ഥാന പാതയും ഉപരോധിച്ചു. തീരദേശ മേഖലയിലെ ആയിരങ്ങൾ പങ്കെടുത്ത റാലിയിൽ മത്സ്യത്തൊഴിലാളികളുടെ രോഷമിരമ്പി. നഗരത്തിൽ മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അജാനൂർ ഹാർബർ സ്ഥാപിക്കുമെന്ന് വകുപ്പ് മന്ത്രിയും MLAയും ഉറപ്പ് നൽകിയിട്ട് 12 വർഷമായെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തികൾ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. പദ്ധതി എവിടെയും എത്താത്തതുകൊണ്ട് ക്ഷേത്ര ഭരണസമിതി ആ കാര്യം നേരിട്ട് ഏറ്റെടുക്കുകയും വീണ്ടും വൈകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ക്ഷേത്ര സംഘടനയുടെ അല്ലെങ്കിൽ ക്ഷേത്ര സമുദായത്തിൻ്റെ ഒരു കൂട്ടായ്മ ഇവിടെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ പ്രതിഷേധ സമരം ഇവിടെ ഞങ്ങൾ വന്നത്. അതോടൊപ്പം തന്നെ വൈകിട്ടാണെങ്കിലും ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഈ മാസം 30 DPR സമർപ്പിക്കുമെന്നും അതോടനുബന്ധിച്ച് കിട്ടേണ്ട CR അതേപോലെ പാരിസ്ഥിതിക ആഘാത പഠനം എന്നീ റിപ്പോർട്ടുകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമെന്നും കേന്ദ്ര ഗവൺമെൻറ്റാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്ര പരിധിയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. തീരദേശ മേഖലയിലെ ആയിരങ്ങൾ പങ്കെടുത്ത റാലിയിൽ മത്സ്യത്തൊഴിലാളികളുടെ രോഷം ഇരമ്പി. സമരക്കാർ കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാത ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് കാഞ്ഞങ്ങാട് ടൗണിൽ 2 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു. ക്ഷേത്ര സ്ഥാനീകന്മാർ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ A. സുരേഷ്, KP രാജേഷ്, VV സുഹാസ്, P. മനോജ്, സജീവൻ ചിത്താരി, മഹിളാ കമ്മിറ്റി ഭാരവാഹികളായ ബിന്ദു ഉണ്ണികൃഷ്ണൻ, സുമാ രാജൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് +1 വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ റാഗിംഗ്. ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് നേരെയാണ് റാഗിംഗ് ഉണ്ടായത്. +2 വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയും പള്ളിക്കര ബിലാൽ നഗർ സ്വദേശിയുമായ +1 വിദ്യാർത്ഥിക്ക് നേരെയായിരുന്നു ക്രൂര മർദ്ദനം. ഷൂ ധരിച്ചെത്തിയതിനാണ് ഈ വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ അതിക്രൂരമായി മർദ്ദിച്ചത്. വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിദ്യാർത്ഥിയോട് പാട്ടുപാടുവാനും ആവശ്യപ്പെട്ടു.
ഇതിന് വിസമ്മതിച്ചതോടെയാണ് സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത്. ഞാൻ ചിത്താർ പഠിക്കുന്നത് പ്ലസ് ടു സീനിയേഴ്സ് ഷൂഡണ്ട പാട്ടാടുന്നുണ്ട് റാങ്കിനാക്കി ഞാൻ റാങ്കിന് ഇതായിട്ട് തച്ചോറാണ് 25 കൂടിയിട്ട് കണ്ടിപ്പോൾ ഇവിടെ വേനുണ്ട് ചെവി ഒരാഴ്ച പോലെ ഉണ്ട് ഇതെല്ലാം ഇങ്ങനെല്ലാം ഷോൾഡറിൽ പോയിട്ടാണ്. മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സ തേടി. ചെവിക്ക് മർദ്ദനമേറ്റതിനാൽ കേൾവിശക്തിയെ ബാധിച്ചിട്ടുണ്ട്. കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാർത്ഥി ഹൊസ്ദുർഗ് പോലീസിൽ പരാതി നൽകി. പോലീസ് വിഷയത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയിലെ 24-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഹനീഫ് KM നാമനിർദ്ദേശ പത്രിക നൽകി. കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപത്തെ DEO ഓഫീസിലെത്തി റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കാസർഗോഡ് നഗരസഭയിലെ 24-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഹനീഫ് KM നാമനിർദ്ദേശ പത്രിക നൽകി. രാവിലെ കാസർഗോഡ് MG റോഡിലുള്ള ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിലെത്തിയ ഹനീഫ് KM അവിടെ നിന്നും നേതാക്കളോടൊപ്പം 11:10 കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപത്തെ DEO ഓഫീസിലെത്തിയാണ് റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ പത്രിക സമർപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹിമാൻ, മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു ഹനീഫ് KMനെ അനുഗമിച്ചത്. വിജയപ്രതീക്ഷ പങ്കുവച്ച ഹനീഫ് KM വാർഡിന്റെ വികസനത്തിനായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് KCN ന്യൂസിനോട് പറഞ്ഞു. 24-ാം വാർഡിൽ മുൻ ചെയർമാൻ BM മുനീർ രാജിവെച്ച ഒഴിവിലേക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. വരുന്ന 30-ാം തീയതി, അതായത് ജൂലൈ 30 നടക്കുന്ന വോട്ടിൽ എനിക്ക് എല്ലാവരും വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. നല്ല വിശ്വാസമുണ്ട്. കൂടാതെ ഈ വാർഡുമായി നല്ല ബന്ധമുണ്ടാണ്. മുമ്പ് ഞാൻ ആദ്യമായിട്ടല്ല, എൻ്റെ ഫാദറും വാർഡ് കൗൺസിലറായിരുന്നു. അതേപോലെ എൻ്റെ ഫാദറിൻ്റെ അഞ്ചൻ KM ഹസനും വാർഡ് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഒരു 3 വർഷം മുമ്പ് വൈസ് ചെയർമാനായ LA മഹമൂദും എൻ്റെ കസിനായിരുന്നു. അങ്ങനെ പ്രവർത്തന രംഗത്തുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്കും നല്ല നിലയിൽ അവിടെ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും എനിക്ക് പിന്തുണ നൽകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹനീഫ് KM നാമനിർദ്ദേശ പത്രിക നൽകിയതോടെ കാസർഗോഡ് നഗരസഭയിലെ 24-ാം വാർഡായ തളങ്കര കാസിലേനിൽ തെരഞ്ഞെടുപ്പ് ആവേശം നിറഞ്ഞു. ഈ വാർഡിന്റെ കൗൺസിലറായിരുന്ന മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഈ ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയത്. ഈ മാസം 30-ാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരുവിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കുപ്രസിദ്ധ കവർച്ചാ സംഘത്തിലെ 2 പേരെ പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തി. കവർച്ചാ കേസിൽ അറസ്റ്റിലായ ഇവരെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമമുണ്ടാവുകയും ഉടൻ തന്നെ പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തുകയുമായിരുന്നു. തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച കുപ്രസിദ്ധ കവർച്ചാ സംഘത്തിലെ 2 പേരെ മംഗളൂരു പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തി. ഉത്തരേന്ത്യയിലെ പിടികിട്ടാപ്പുള്ളികളായ ചഡ്ഡി ഗ്യാങ്ങിലെ രാജു സിംഗ്വാനിയ, ബാലി എന്നിവരെയാണ് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവേ കാലിന് വെടിവെച്ച് കീഴ്പ്പെടുത്തിയത്. ചൊവ്വാഴ്ച മംഗളൂരുവിലെ വീട്ടിൽ കവർച്ച നടത്തി ലക്ഷങ്ങളുടെ വജ്രവും സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വാച്ചുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ മധ്യപ്രദേശ് സ്വദേശികളായ രാജു സിംഗ്വാനിയ, മയൂർ, ബാലി, വിക്കി എന്നിവർ പിടിയിലായിരുന്നു. മോഷണം നടന്ന വീട്ടിൽ ബുധനാഴ്ച രാവിലെ ഇവരെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോഴാണ് പ്രതികളായ രാജു സിംഘാനിയെയും ബാലിയും ASIയെയും മറ്റൊരു ഉദ്യോഗസ്ഥനെയും ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 4ഓടെ ദേരെബിലുവിലെ വീട്ടിൽ ജനൽക്കമ്പി വളച്ചു കയറിയ സംഘം വീട്ടുകാരെ ഇരുമ്പുവടി കൊണ്ട് ആക്രമിച്ചായിരുന്നു കവർച്ച നടത്തിയത്. സമാന രീതിയിൽ സംഘം നേരത്തെയും കവർച്ചകൾ നടത്തിയതായാണ് വിവരം. വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർക്കെതിരെ കേസുള്ളതായും വിവരമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിജയിച്ച SSLC +2 വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും അനുമോദിച്ചു. സക്സസ് ഫിയസ്റ്റ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിജയിച്ച SSLC +2 വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും കാസർഗോഡ് നഗരസഭ സക്സസ് ഫിയസ്റ്റ എന്ന പരിപാടിയിലൂടെ അനുമോദിച്ചു. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ ഇമ്പശേഖർ IAS ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കാലത്തിൽ ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സ്വപ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതൊക്കെ നിങ്ങളെ ജീവിതത്തിൽ മുഴുവനും നിങ്ങൾ കൊണ്ടുപോകാൻ, അത് നിലനിർത്താൻ, അത് അച്ചീവ് ചെയ്യാൻ, ആ ലക്ഷ്യത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ അധ്വാനിക്കണം. അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാവൂ. സോ വിദ്യാഭ്യാസം പറഞ്ഞാൽ അത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് നമുക്ക് എപ്പോഴും അത് നമുക്ക് മറക്കാൻ പാടില്ല. നമുക്ക് 10ാം ക്ലാസ്സിൽ A+ കിട്ടി, പക്ഷേ +1 +2 നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാമെന്നല്ല. +1 +2 പഠിക്കണം. കോളേജിൽ പോകുമ്പോൾ അവിടെ ഇതിനേക്കാളും കൂടുതൽ പഠിക്കണം. ജോലിക്ക് എത്തിയാൽ അതിനേക്കാളും കൂടുതൽ നമ്മൾ അധ്വാനിച്ച് ജോലി ചെയ്യണം. കുട്ടികളും വിജയിച്ച 100% അടുത്തത് കാസർഗോഡ് കളങ്കര. ആർഷ ആർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കാസർഗോഡിലെ ഹൻസിക കെ, ഹൻസിക AK, ബി, ഹാദിയ, ഹർഷിക AK, പ്രണവ് കൃഷ്ണ MA, കെ ശ്രീപ്രിയ. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. സക്സസ് ഫിയസ്റ്റയുടെ ലോഗോ ജില്ലാ കളക്ടർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസിന് നൽകി പ്രകാശനം ചെയ്തു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സഹിർ ആസിഫ്, റീത്ത ആർ, ഖാലിദ് പച്ചക്കാട്, സിയാന ഹനീഫ്, നഗരസഭാ കൗൺസിലർ P രമേശ്, മുനിസിപ്പൽ എഞ്ചിനീയർ ദിലീഷ് എൻഡി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി K സ്വാഗതവും നഗരസഭാ സെക്രട്ടറി ജസ്റ്റിൻ PA നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ അൽ മുജമ്മാഉൽ ഇസ്ലാമിയുടെ ശില്പിയും പ്രമുഖ പണ്ഡിതനുമായിരുന്ന C കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന C ഉസ്താദ് 12ാം ആണ്ടും ഖുറാത്തങ്ങൾ വളപട്ടണം തങ്ങൾ അനുസ്മരണവും ജൂലൈ 12-ന് തൃക്കരിപ്പൂരിൽ നടക്കും. വൈകുന്നേരം C ഉസ്താദ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമാപന സമ്മേളനം മഖാം സിയാറത്തോടെ ആരംഭിക്കും. അൽ മുജമ്മലിൻ്റെ 2 പതിറ്റാണ്ടിൻ്റെ ചരിത്രം കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ജീവചരിത്രമാണ്. അവിഭക്ത കണ്ണൂർ ജില്ലാ മുഷാവറയിലെ പ്രമുഖ പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. സുന്നത്ത് ജമാഅത്തിനും തൻ്റെ സ്ഥാപനത്തിനും വേണ്ടി ധാരാളം ത്യാഗങ്ങൾ സഹിച്ച, സൗമ്യതയും ശാന്തതയും കൈവിടാത്ത, എല്ലാവരുമായി സഹവർത്തിത്വത്തിൽ ജീവിച്ച C ഉസ്താദ് പള്ളിക്കര, ബേക്കൽ, കാങ്കോൽ, ഉടുമ്പുന്തല, കാടാങ്കോട്, ഉദിനൂർ, വൾവക്കാട്, ചിത്താരി, വെള്ളാപ്പ്, കുപ്പം, സാദിയ, അൽമഖർ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. താജുൽ ഉലമ്മ സയ്യിദ് അബ്ദുറഹിമാൻ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ മകനും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ദക്ഷിണ കന്നഡ സംയുക്ത ജമാഅത്ത് ഖാസിയും അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹിയുമാണ് സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ എന്ന ഖുറാ തങ്ങൾ. സഖാഫിയും പണ്ഡിതനുമായിരുന്നു. വളപട്ടണം കാസിയായിരുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ. നൂറ്റാണ്ടുകളായി വളപട്ടണത്തിൽ കാസി പദവി അലങ്കരിച്ചിരുന്ന ബുഖാരി പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരൻ കൂടെയാണ്. 12-ന് നടക്കുന്ന C ഉസ്താദ് അനുസ്മരണ സമാപന സമ്മേളനം വൈകുന്നേരം മഖാം സിയാറത്തോടെ ആരംഭിക്കും. തുടർന്ന് മഹല്ലുകളിലെ സാരഥികൾക്കുള്ള സ്നേഹവിരുന്നും അലുമിനി മീറ്റും നടക്കും. രാത്രി 7-ന് നടക്കുന്ന സമാപന അനുസ്മരണ സമ്മേളനം ICF നാഷണൽ ചെയർമാൻ മുസ്തഫ ദാരിമി കാടാങ്കോട് ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണ സമ്മേളനത്തിൽ മുജമ്മ പ്രസിഡന്റ് സയ്യിദ് തൊയ്യിബ് അൽ ബുഖാരി അധ്യക്ഷത വഹിക്കും. തുടർന്ന് നടക്കുന്ന ദിക്ർ ഹൽക്കാക്ക് സ്വാലിഹ് സാദി നേതൃത്വം നൽകും. മലപ്പുറം വേങ്ങര ബദ്രുദ്ദുജ ഇസ്ലാമിക് സെന്റർ ചെയർമാനും പണ്ഡിതനുമായ സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി അനുസ്മരണ മുഖ്യ പ്രഭാഷണവും സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വവും നൽകും. സയ്യിദ് സൈഫുള്ള തങ്ങൾ, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, ജലീൽ സഖാഫി, ജബ്ബാർ മിസ്ബാഹി, അബ്ദുറഷീദ് സാദി പൂങ്കോട്, MTP അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
MTP ഇസ്മായിൽ സാദി, സാദിഖ് അൽസനി, ജലീൽ സഖാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം തലപ്പാടി ടോൾ ഗേറ്റിൽ പ്രദേശവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുവാൻ SDPI നിയമ പോരാട്ടത്തിലേക്ക്. സൗജന്യയാത്ര നിഷേധിച്ചതും ജീവനക്കാരുടെ മോശം പ്രവണതയുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് SDPI നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നത്. ആദ്യപടിയായി ദേശീയപാത അധികൃതർക്ക് നിവേദനം നൽകി. തലപ്പാടി ടോൾ ഗേറ്റ് തുടങ്ങിയപ്പോൾ ആദ്യം 5 കിലോമീറ്റർ പരിധിയിലുള്ള കേരള കർണാടക അതിർത്തി പ്രദേശത്തുള്ളവർക്ക് സൗജന്യയാത്ര അനുവദിച്ചിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മഞ്ചേശ്വരത്തെ യാത്രക്കാരെ സൗജന്യയാത്രയിൽ നിന്നും ഒഴിവാക്കി. എന്നാൽ കർണാടകയിലെ തലപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് സൗജന്യമായി യാത്ര അനുവദിച്ചത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സൗജന്യയാത്ര നിഷേധിച്ചതിനെതിരെ കേരള അതിർത്തിയിലെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചുവെങ്കിലും നീതി ലഭിച്ചില്ല. സൗജന്യയാത്ര നിഷേധിച്ചതും ഒപ്പം ടോൾ ഗേറ്റ് ജീവനക്കാരുടെ മോശം പ്രവണതയും പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് SDPI നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നത്. ഇതിൻ്റെ ആദ്യപടിയായി SDPI നേതാക്കൾ തലപ്പാടി ടോൾ ബൂത്തിൽ ഉടലെടുത്ത വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മംഗളൂരുവിലെ NHAI പ്രൊജക്ട് ഡയറക്ടറുടെ ഓഫീസിലെത്തി നിവേദനം നൽകി. തലപ്പാടിയിലുള്ള ടോൾ ഗേറ്റുമായുള്ള വിഷയത്തിൽ കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ഞങ്ങൾക്ക് കർണാടകയിലെ തലപ്പാടി ഗ്രാമപഞ്ചായത്തിലേക്ക് കൊടുത്ത 5 കിലോമീറ്ററിന്റെ അലൗഡ് ആ ഫ്രീ പാസ് മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്തിൽ 5 കിലോമീറ്ററോളം കൊടുക്കണമെന്ന ആവശ്യമാണ് ഞങ്ങൾ കൃത്യമായി പ്രൊജക്ട് ഡയറക്ടറോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം കൃത്യമായി ഞങ്ങളോട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയും അനുകൂലമായ നിലപാടെടുക്കാമെന്നും അതുപോലെ തന്നെ ടോൾ അധികൃതരുമായി കൃത്യമായി സംസാരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാലങ്ങളായി ഈ ആവശ്യം ഉന്നയിച്ച് പല രീതിയിലും ഞങ്ങൾ അവിടെ MLA, MP അതുപോലെ തന്നെ നിരന്തരമായി എല്ലാവരെയും ബന്ധപ്പെട്ടിരുന്നു. ഒരു അനുകൂല നിലപാടും ഇല്ലാത്തതിന്റെ ഭാഗമായാണ് കർണാടക മംഗലാപുരം ദക്ഷിണ കന്നഡ ജില്ലാ പ്രൊജക്ട് ഡയറക്ടറെ സന്ദർശിച്ചത്. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യ പാസ് നൽകണമെന്നും ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കാണിച്ചാണ് നിവേദനം നൽകിയത്. കളക്ടറുമായി സംസാരിച്ച് വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ അറിയിച്ചതായി SDPI നേതാക്കൾ അറിയിച്ചു. നാട്ടുകാർക്ക് നീതി ലഭ്യമാക്കുന്നതിനായി വിഷയം കാസർഗോഡ് ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കളക്ടറുടെ സഹകരണം ഉറപ്പുവരുത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. SDPI മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ബഡാജെ, STTU ജില്ലാ സെക്രട്ടറി ഖാദർ ഹൊസങ്കടി, SDPI ഫീൽഡ് സെക്രട്ടറി താജു ഉപ്പള, SDPI മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, കുഞ്ചത്തൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. മണി ഓർഡർ വഴി പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ഉടൻ പെൻഷൻ അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു സമരം. മണി ഓർഡർ പെൻഷൻ മുടങ്ങിയതോടെ ആയിരക്കണക്കിന് സർവീസ് പെൻഷൻകാർ ബുദ്ധിമുട്ടിലായി. സർക്കാർ വിതരണം ചെയ്യുന്ന മണി ഓർഡർ പെൻഷൻ സാങ്കേതികതകളിൽ തട്ടിയാണ് ഈ മാസം മുടങ്ങിയത്. എല്ലാ മാസവും 2-നോ 3-നോ ലഭിക്കുന്ന പെൻഷൻ 10 ദിവസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണാ സമരവും നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഒരു പാഠം പഠിക്കും. ഏതെങ്കിലും ഒരു അത്യാഹിതം, ഏതെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഇനിയെങ്കിലും സ്വരം നന്നാക്കും. എന്നെ തിരുത്താൻ വരണ്ട, എൻ്റെ ശൈലി മാറ്റാൻ നോക്കണ്ട, ഞാൻ അതുപോലെ തന്നെ പോകും, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരനായ ഒരേകാധിപതി മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ പെൻഷനും കിട്ടില്ല, ശമ്പളം കിട്ടില്ല. ഞങ്ങളുടെ കാര്യം മാത്രമല്ല, KSRTCക്ക് പെൻഷൻ ഇല്ല, പോലീസുകാർക്ക് ഭത്തയില്ല, ശമ്പളമില്ല, വാട്ടർ അതോറിറ്റിയിൽ 0. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായിക്കൊണ്ട് കേരളത്തെ മുച്ചൂടും ഭരിച്ചുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ പറയുന്നു, ഡിസംബർ മാസത്തിൽ വീണ്ടും കേരളീയം നടത്തും. ലക്ഷക്കണക്കിന് കഴിഞ്ഞ കേരളീയത്തിൽ പോലും കണക്കുകൾ പറയാത്ത ഈ മുഖ്യമന്ത്രി വീണ്ടും കേരളീയത്തിന് പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ സർവനാശത്തിന്റെ വക്കലിലേക്ക് ബംഗാളും കേരളവും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരികയാണ് എന്ന് ഞാനല്ല പറഞ്ഞത്, MA ബേബി സഖാവ്. ജില്ലാ സെക്രട്ടറി MK ദിവാകരൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് KM വിജയൻ അധ്യക്ഷനായി. സംസ്ഥാന ജില്ലാ നേതാക്കളായ C രത്നാകരൻ, KV രാഘവൻ, K സരോജിനി, ചന്ദ്രൻ നാലപ്പാടം, PP ബാലചന്ദ്രൻ ഗുരുക്കൾ, CP ഉണ്ണികൃഷ്ണൻ, MK ചന്ദ്രശേഖരൻ നായർ, A ഭാരതി ദേവി എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ PP ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു.
പനത്തടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചക്ക ഉപയോഗിച്ചുകൊണ്ടുള്ള പപ്പടം, പായസം, പുളിശ്ശേരി, തോരൻ, നുറുക്ക്, ഉണ്ണിയപ്പം, ദോശ, ഇഡലി, കേക്ക് ജാം, ചക്ക വറുത്തത്, ചക്ക ഉപ്പേരി തുടങ്ങിയ വിവിധ വിഭവങ്ങളാണ് ചക്ക ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ചക്ക ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജില്ലാ മിഷൻ്റെ ഭാഗമായിട്ട് ഈ കുടുംബശ്രീകൾക്ക് ഇഷ്ടംപോലെ സംരംഭങ്ങൾക്ക് നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ചക്ക ഉൽപ്പന്നങ്ങൾ ഓരോ മാസ ചന്തയിലും ആൾക്കാരുടെ വീടുകളിലൊക്കെ ഈ സാധനങ്ങൾ അവർ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഈ ചക്കയുടെ മാഹാത്മ്യം എന്താണെന്ന് പറയാൻ വേണ്ടി നമ്മൾ എല്ലാ വർഷവും ജില്ലാ മിഷൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പനത്തടി CDSൽ ചക്ക ഫെസ്റ്റും അതുപോലെ തന്നെ ഇലക്കറികളുടെ ഉൽപ്പന്നങ്ങളും വിഭവങ്ങളും ഉണ്ടാക്കി നമ്മളിവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. 15 വാർഡുകളിലെയും കുടുംബശ്രീയിലെ അംഗങ്ങളും CDS അംഗങ്ങളും ചേർന്നുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. മത്സരാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ചക്ക ഫെസ്റ്റ് ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കെർക്ക കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ജൂലൈ 14 കാഞ്ഞങ്ങാട്ട് നടക്കും. തിരിച്ചറിയൽ കാർഡ് വിതരണവും നടത്തും. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷനും തിരിച്ചറിയൽ കാർഡ് വിതരണവും ജൂലൈ 14 ഞായറാഴ്ച കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മറ്റപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോസ് വിക്ടർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ അച്ചാംതുരുത്തി അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി അബ്ദുറഹ്മാൻ ആറങ്ങാടി സ്വാഗതവും ജില്ലാ ട്രഷറർ അബ്ദുൽ ഖാദർ നന്ദിയും പറയും. ജില്ലാ വൈസ് പ്രസിഡന്റ് ടോമി ജോർജ് കുമ്പാട്ട് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റു മേഖലയിലും കഴിവ് തെളിയിച്ച ആളുകൾക്കുള്ള ഉപഹാര സമർപ്പണവും നടക്കും. ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ID കാർഡ് വിതരണവും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും സംഘാടക സമിതി അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് VV ചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ടോമി ജോർജ്, ജില്ലാ ട്രഷറർ അബ്ദുൽ ഖാദർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരിവീടകം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. ബിംബപ്രതിഷ്ഠ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. മഹോത്സവത്തിന് 13 സമാപനം കുറിക്കും. കരുവാടകം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ പുനർനിർമ്മാണത്തിന് ശേഷം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ആരാധന നടന്നിരുന്നുവെങ്കിലും ജീർണാവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രം 1985 കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പുനരുദ്ധരിക്കുകയും 2002 പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. 2015 നാലമ്പലവും നമസ്കാര മണ്ഡപവും പുനരുദ്ധരിച്ച് അഷ്ടബന്ധ ബ്രഹ്മകലശം നടത്തിയിരുന്നു. 2023 ശ്രീകോവിൽ പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയും 1 വർഷത്തിനകം തന്നെ ഏകദേശം 60 ലക്ഷം രൂപ ചെലവിൽ പണിതീർത്ത ശ്രീകോവിൽ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനാണ് ഭക്തിയുടെ നിറവിൽ തുടക്കം കുറിച്ചത്. ഇടനീർ മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി, ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ ഇരുവൽ കേശവ തന്ത്രി, പത്മനാഭ തന്ത്രി, കൃഷ്ണദാസ് വാഴുന്നവർ, ക്ഷേത്ര ശില്പി ബ്രഹ്മശ്രീ രമേശ് കാരന്ത് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 108 തേങ്ങ കൊണ്ടുള്ള മഹാഗണപതി ഹോമം നടത്തി. തുടർന്ന് വിവിധ പൂജാതി കർമ്മങ്ങൾ നടത്തി. 7:52 മുതൽ 8:49 വരെയുള്ള മുഹൂർത്തത്തിലാണ് ദുർഗാ പരമേശ്വരിയുടെ ബിംബപ്രതിഷ്ഠ നടത്തിയത്. തുടർന്ന് ഗണപതി, ശാസ്താവ് എന്നീ ഉപദേവന്മാരുടെ ബിംബപ്രതിഷ്ഠ, അഷ്ടബന്ധക്രിയ, കുംഭേശ കലശാഭിഷേകം, നിദ്രാകലശാഭിഷേകം, ജീവകലശാഭിഷേകം, ജീവാവാഹന, സ്ഥൂലാവാഹന, സ്തോത്രാവാഹന, പായസപൂജ, പ്രതിഷ്ഠാബലി, മഹാപൂജ എന്നിവ നടത്തി. പ്രസാദം വിതരണം ചെയ്തു. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് അജാനൂരിൽ ഫിഷിംഗ് ഹാർബർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബഹുജന പ്രതിഷേധ റാലി. പ്രതിഷേധക്കാർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനും സംസ്ഥാന പാതയും ഉപരോധിച്ചു. കാസർഗോഡ് +1 വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ റാഗിംഗ്. ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് റാഗിംഗിനിരയായത്. കാസർഗോഡ് നഗരസഭയിലെ 24-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. UDF മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഹനീഫ് KM നാമനിർദ്ദേശ പത്രിക നൽകി. മംഗളൂരുവിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കുപ്രസിദ്ധ കവർച്ചാ സംഘത്തിലെ 2 പേരെ പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തി. കവർച്ചാ കേസിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴായിരുന്നു സംഭവം.
കാസർഗോഡ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സക്സസ് ഫിയസ്റ്റ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. മണി ഓർഡർ വഴി പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ഉടൻ പെൻഷൻ അനുവദിക്കണമെന്നാവശ്യം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് ധർണ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.